അപ്പോൾ ഫുട്ബോൾ ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ആദ്യ സെമിയിൽ യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസും സ്പെയിനുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുക. കിലിയൻ എംബാപ്പെ, ലമീൻ യമാൽ പോരാട്ടം എന്ന നിലയിൽ സെമി ഫൈനൽ മത്സരം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ക്വാർട്ടറിൽ മൊറോക്കോയെ 2 ഗോളിന് കീഴടക്കിയാണ് ഫ്രാൻസ് സെമിയിലെത്തിയത്. ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയാണ് ഫ്രാൻസിന്റെ കുന്തമുന. ക്വാർട്ടറിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ സെമിയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ പാറുന്ന മത്സരമായിരിക്കും ഇന്ന് 12:30 നടക്കാൻ പോകുന്നത്. അത് നാളെ രണ്ടാം സെമിയിൽ നാളെ രാത്രി 12:30 നിലവിലെ ജേതാക്കളായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. അതും ചിരവൈരികൾ തമ്മിലുള്ള മത്സരമാണ്. അതും തീ പാറുന്ന പോരാട്ടമായിരിക്കും. ഇപ്പോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഫുട്ബോൾ ആരാധകരെല്ലാം ആ ആവേശത്തിലാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. എൽദോ, ഈ റാങ്കിങ്ങിൽ 4 സ്ഥാനത്തുള്ള ടീമുകൾ സെമിയിൽ എത്തുന്നു എന്നത് ഈ ലോകകപ്പിന്റെ വലിയ പ്രത്യേകതയാണ്. അത്രമാത്രം വലിയ ടീമുകൾ ഏറ്റുമുട്ടുന്ന തീപാറുന്ന പോരാട്ടങ്ങൾ കാത്തിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലേക്ക് എത്തിയാൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലമീൻ യമാലും എംബപ്പയും നേർക്കുനേർ വരുന്നു എന്നതാണ് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. എങ്ങനെയാണ് സാധ്യതകൾ? എന്താണ് മത്സരത്തിന്റെ വിശദാംശങ്ങൾ? രേണുക, എന്നാലും റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനക്കാരെന്ന് രേണുക പറഞ്ഞു വെച്ചതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിച്ച് തുടങ്ങാം. അതായത് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരായിട്ടുള്ള ഒരു ടീമിനും ഇതുവരെ ലോക കിരീടം ജയിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളപ്പോൾ ലോക കിരീടം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് 1-ാം റാങ്കിൽ എന്നുള്ളത് ആരാധകർക്ക് മുഴുവൻ അറിയാം. ഫ്രാൻസ് ആണ് നിലവിൽ. പക്ഷേ ആ ചരിത്രം തിരുത്തുമോ എന്നുള്ള കാത്തിരിപ്പാണ് പ്രധാനം. ഫ്രാൻസ് സ്പെയിൻ പോരാട്ടത്തിനാണ് രാത്രി 12:30 അർലിംഗ്ടണിൽ വേദിയാകുന്നത്. സ്പെയിൻ്റെ പ്രധാനം അവരുടെ ഒരു കരുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസും അവരുടെ മധ്യനിരയുമാണ്. റോദ്രിയുടെ മധ്യനിരയിലെ ഒരു സുപ്രീമസി കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ട് അതിവേഗത്തിൽ പന്ത് നീക്കി പോകാനുള്ള ഒരു മിടുക്ക് തന്നെയാണ്. ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് ഗെയിമാണ് സ്പെയിൻ ഈ ലോകകപ്പിൽ കഴിഞ്ഞ നാളുകളായിട്ട് പുറത്തെടുക്കുന്നത്. സ്പെയിന് ആ തന്ത്രം കൊണ്ട് അതിവേഗത്തിൽ കുതിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്പീഡി ആയിട്ടുള്ള ഗെയിം നടത്തുന്ന ഫ്രാൻസിന് മുന്നിൽ എത്രമാത്രം കരുത്ത് കാട്ടാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെയാണ് അറിയേണ്ടത്. കാരണം ഒരുപക്ഷെ സ്പെയിൻ അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. സ്പെയിൻ ഒരുപക്ഷെ ഫ്രാൻസിനെ കൂടുതൽ ഓടി തളർത്താൻ സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ വിലയിരുത്തലുമൊക്കെ ഉണ്ട്. മറ്റൊന്ന് സ്പെയിനിൻ്റെ ഡിഫൻസാണ്. അവിടെ ലപ്പോർട്ടും അല്ലെങ്കിൽ കുക്കുറേയും ഒക്കെ ചേരുന്ന ഫെഡ്രോ പോറയും ഒക്കെ ചേരുന്ന ഡിഫൻസിനെ ഒരു തവണ മാത്രമാണ്, ബെൽജിയം മാത്രമാണ് ഈ ടൂർണമെന്റിൽ ഒന്ന് മറികടന്നത്. ഒരു ഗോളാണ് അവർ വഴങ്ങിയത്. അപ്പോൾ കരുത്തുറ്റ ഒരു ഡിഫൻസും കരുത്തുറ്റ ഒരു മിഡ്ഫീൽഡും ഉണ്ട് സ്പെയിന്. പക്ഷെ പ്രശ്നം അത് മുന്നേറ്റത്തിൽ ലമീൻ യമാൽ റൈറ്റ് വിംഗിൽ ഡ്രിബ്ലിംഗ് സ്കില്ലുമായി മുന്നേറുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഒയർസബാലിന് ഒരു ക്ലിനിക്കൽ ഫിനിഷർ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒയർസബാൽ ഡാനി ഓൾമോ മനോഹരമായി തന്നെ പന്തുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒയർസബാലിൻ്റെ ഒരു ബ്രില്യൻസ് അത്രയും മതിയാകുമോ ഒരു ലോകകപ്പ് ജയിക്കാനുള്ള ടീമിന് എന്നുള്ള സംശയം നിലനിൽക്കുന്നു. പക്ഷേ സ്പാനിഷ് ടീമിൻ്റെ തന്ത്രങ്ങൾ, സ്പാനിഷ് ടീമിൻ്റെ ഒത്തിണക്കമൊക്കെ ഗംഭീരമാണ്. ഇനി മറുവശത്ത് ഫ്രാൻസിലേക്ക് എത്തിയാൽ ഫ്രാൻസിന് അല്ലറ ചില്ലറ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഷ്വാമിനി ആണെങ്കിലും അല്ലെങ്കിൽ ഉപമെക്കാനോ ആണെങ്കിലും ഒക്കെ ചെറിയ പരിക്കിൻ്റെ സാഹചര്യത്തിലാണ്. ഷ്വാമിനി ഇന്നും പകരക്കാരുടെ ബെഞ്ചിൽ തന്നെ ആകാനാണ് സാധ്യത എന്നുള്ള സൂചനയാണ് ദിദിയർ ദശാംസ് അവരുടെ പരിശീലകൻ നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെയിൻ ഫ്രാൻസ് മത്സരത്തിൻ്റെ ഔട്ട്കം ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കണം. കാരണം ഫ്രാൻസിൻ്റെ പടയോട്ടം അത് ഗംഭീരമായിരുന്നു. ഒരു ഫ്രഞ്ച് പടയോട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്ത രീതിയിലാണ് ഫ്രാൻസ് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ മുന്നേറിയത്. അപ്പോൾ ആ ഒരു മുന്നേറ്റം തുടർന്നാൽ സ്പെയിന് പിടിപ്പ് പണിയാകും. പക്ഷേ മറുവശത്ത് സ്പെയിൻ്റെ ഡിഫൻസ് മിഡ്ഫീൽഡും കളി നിയന്ത്രിച്ചാൽ അത് ഒരു പക്ഷേ കാര്യങ്ങൾ മാറ്റിമറിക്കാം. പക്ഷേ പ്രവചനങ്ങളൊക്കെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള പ്രവചനങ്ങളിൽ ഫ്രാൻസിനാണ് മേധാവിത്വം, മുൻതൂക്കം. ആ കണക്കുകൾ കളിക്കളത്തിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. ഇനി രണ്ടാമത്തെ മത്സരത്തിലേക്ക് സ്പെയിനും ഫ്രാൻസും കഴിഞ്ഞാൽ അവിടെ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുകയാണ്. അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ ഇതിനോടകം തന്നെ കളത്തിൽ സജീവമാണ്. ഈ അർജന്റീന എവേ ജേഴ്സി അണിഞ്ഞാണ് എത്തുന്നത് എന്നുള്ള കണക്കും നമ്മളിപ്പോൾ കേട്ടുമല്ലോ. അപ്പോൾ ഈ അർജന്റീനയുടെ എവേ ജേഴ്സിയുടെ പ്രധാനപ്പെട്ട കാര്യം അത് അർജന്റീന ടീം അംഗങ്ങൾ അല്ലെങ്കിൽ അർജന്റീന മാനേജ്മെന്റ് കരുതുന്നത് ഒരുപക്ഷെ 1986 ലോകകപ്പിൽ
ഇംഗ്ലണ്ടിനെതിരെ അന്ന് ക്വാർട്ടർ ഫൈനലിൽ ഡിയഗോ മറഡോണ ഗോഡ്സ് ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ദൈവിക സ്പർശം എന്നൊക്കെ പറയുന്ന, കരസ്പർശം എന്ന് പറയുന്ന ആ ഗോള്, അതിനുശേഷം ഉണ്ടായ നൂറ്റാണ്ടിലെ ഗോള്, ഇത് രണ്ടും നേടിയത് ആ ജേഴ്സിയിലാണ്. അപ്പോൾ അന്ന് ഇംഗ്ലണ്ടിനെ മറികടന്നു. അതിനുശേഷം 98-ൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമ്പോൾ പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു, അന്നും അതേ ജേഴ്സിയാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ലോകകപ്പ് മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ ഈ ജേഴ്സിയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാകാം അർജന്റീനയ്ക്ക് ഈ എവേ ജേഴ്സി വേണമെന്ന് ഫിഫയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ അവിടെ ദൗർഭാഗ്യകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ 2014 ലോകകപ്പിൽ ഒപ്പം 90 ലോകകപ്പിൽ, ഈ രണ്ട് ലോകകപ്പിലും ഇതേ ജേഴ്സി അണിഞ്ഞാണ് അർജന്റീന ലോകകപ്പിന് ഫൈനൽ കളിച്ചത്. ആ രണ്ട് മത്സരങ്ങളിൽ അർജന്റീന തോൽക്കുകയും ചെയ്തു. അതായത് ഇത് ഹെവേ ജേഴ്സി എന്നുള്ളത് അവർക്ക് ഭാഗ്യമാണോ ദോഷമാണോ എന്നുള്ളത് കണ്ടറിയേണ്ട സാഹചര്യമാണ്. എന്താണെങ്കിലും മത്സരത്തിൽ മാനസിക ആധിപത്യം നേടാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സംശയം. അർജന്റീനയ്ക്ക് പ്രധാനമായിട്ടും ലയണൽ മെസ്സിയുടെ മികവ് തന്നെയാണ് പ്രധാനം. അവിടെ സ്ട്രൈക്കർമാർ കൂടി ഗോൾ അടിച്ചു എന്നുള്ളത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. പക്ഷേ അവരുടെ സെൻറ്റർ ബാക്കിൽ ചില്ലറ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സെൻറ്റർ ബാക്കിലല്ല, ഡിഫൻസിൽ അവരുടെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും കൂടുതൽ മുന്നിലേക്ക് കയറി കളിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവിടെ വളരെ അനായാസം ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമിനും ഗോൾ സ്കോർ ചെയ്തെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ള ഭയമാണ് അർജന്റീന ആരാധകർക്ക്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള രണ്ട് പോരാട്ടങ്ങൾക്കാണ് വേദിയാകാൻ പോകുന്നത്. ഡാലസിൽ ഇന്ന് രാത്രി 12:30-ക്കാണ് സ്പെയിൻ ഫ്രാൻസെങ്കിൽ നാളെ രാത്രി 12:30-ക്ക് എവിടെ അറ്റ്ലാന്റയിൽ അർജന്റീനയും ഒപ്പം ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. കാത്തിരിക്കാം. ഫുട്ബോളിൻ്റെ ആ കിരീടം നേടാൻ ആരൊക്കെയാണ് കലാശപ്പോരിലേക്ക് എത്തുക എന്നുള്ളത് കണക്കുകൂട്ടലുകൾക്ക് അപ്രസക്തമാണ്, പ്രവചനങ്ങളും അപ്രസക്തമാണ്. എല്ലാം കളത്തിൽ കണ്ടറിയണം. ഫുട്ബോളാണ്. 90 മിനിറ്റിൽ കാര്യങ്ങൾ മാറി മറിയാം. രേണുക, രസകരമായ മത്സരം എന്ന് എൽദോ പറയുമ്പോൾ ഓരോ ആരാധകരുടെയും മനസ്സിൽ വലിയ തീയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 12:30-ന് ആദ്യ മത്സരം തുടങ്ങും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.